നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. UAE-യിലേക്ക് വിസ അപേക്ഷ സമർപ്പിക്കുന്നവർ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ പാസ്പോർട്ടിന്റെ പുറം കവർ പേജിന്റെ ഒരു പകർപ്പ് കൂടി ഉൾപ്പെടുത്തണം. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പുറത്തിറക്കി. ഒമാനിലെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. പൊതു സ്വകാര്യ മേഖലകളിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജീവനക്കാരിൽ 55% പേരും സ്വദേശികളാണ്. സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ വിജയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. സാമൂഹിക മനസ്കരായ നിക്ഷേപകർക്ക് നൂതനമായ പ്രോത്സാഹന പദ്ധതികൾ അവതരിപ്പിക്കാനും ഗുണനിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം കൂടുതൽ പ്രാപ്യമാക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകാനും വിദ്യാഭ്യാസ അതോറിറ്റി പദ്ധതിയിടുന്നു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഖത്തറിൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ച് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗൽ റൌദത്ത് ലഗ്ബ ഇന്റർസെക്ഷൻ മുതൽ മർക്കിയ ഇന്റർസെക്ഷൻ വരെയുള്ള എൻവയോൺമെന്റൽ സ്ട്രീറ്റിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ ഹാജർ നിയമങ്ങൾ കർശനമാക്കി അബുദാബി. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ വർഷത്തിൽ 5% കൂടുതൽ ദിവസം സ്കൂളിലെത്താതിരുന്നാലും കിൻഡർ ഗാർഡനുകളിൽ 10% ദിവസം സ്കൂളിലെത്താതിരുന്നാലും ഗൗരവത്തിലെടുക്കുമെന്ന് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ്.